ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ജീവിച്ചു പോയ തോട്ടം പണിക്കാരെ കുറിച്ചാണ്. കടുത്ത പീഡനങ്ങൾ നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഒരു കാലത്ത് കൊടും കാടായിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഈ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് വയനാടിനെ ഒരു തോട്ടഭൂമിയാക്കി മാറ്റിയത്. നേരിട്ട് ഇവിടെ തോട്ടങ്ങൾ തുടങ്ങാതെ വയനാടിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നുള്ള പ്ലാന്റേഴ്സിനെ ഇങ്ങോട്ട് ആകർഷിക്കുകയുമാണ് ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്തത്. അങ്ങനെ 99 വർഷത്തെ കരാറിലാണ് ഇന്ന് വയനാട്ടിലെ പല തോട്ടങ്ങളും അന്നത്തെ ജന്മിമാരിൽ നിന്ന് ഈ പ്ലാന്റേഴ്സ് പാട്ടത്തിനെടുത്തത്. ആദ്യം ഇവിടെ കാപ്പിത്തോട്ടങ്ങളാണ് തുടങ്ങിയത്, ശേഷം മറ്റു സുഗന്ധവ്യഞ്ജനകളും. പിന്നീട് ഈ മിതോഷ്ണ മേഖലയ്ക്ക് അനുയോജ്യമായത് തേയിലത്തോട്ടങ്ങളാണെന്ന് കണ്ടെത്തുകയും കുന്നും മലകളും വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടങ്ങളും ഫാക്ടറികളും ഇവിടെ സ്ഥാപിച്ചു. അന്ന് കാലത്ത് ബ്രിട്ടീഷുകാർ അനുഭവിച്ച ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലാളികളുടെ അപര്യാപ്തതയായിരുന്നു. ഈ ഉൾക്കാടുകളിൽ ജീവിച്ചിരുന്ന ആദിവാസികളെ ഉപയോഗിച്ചാണ് കാടുകൾ വെട്ടിത്തെളിച്ചത്. എന്നാൽ തോട്ടം പണിക്ക് അനുയോജ്യരല്ലായിരുന്നു ഈ ആദിവാസികൾ. തോട്ടം പണി എന്ന് പറയുമ്പോൾ രാവിലെ കൃത്യസമയത്ത് ജോലി തുടങ്ങുകയും കുറഞ്ഞ ഇടവേളകളും വൈകുന്നേരം കൃത്യസമയത്ത് ജോലി നിർത്തുകയും വേണം. ഈ സമയക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്ന അച്ചടക്കമുള്ള തൊഴിലാളികളെയാണ് തോട്ടം പണിക്കായി ബ്രിട്ടീഷുകാർക്ക് വേണ്ടത്. അങ്ങനെ അവർ മൈസൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണിക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ പണിയെടുപ്പിക്കുകയും ചെയ്തു. സീസൺ അനുസരിച്ച് എത്തുന്നവരായിരുന്നു അവരിൽ കൂടുതലും. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് വർഷം മുഴുവനും ഈ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരെയാണ് ഇവിടേക്ക് വേണ്ടിയിരുന്നത്. തൊഴിലാളികളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് ഈ കാടുകളിൽ നിന്ന് മരങ്ങൾ കൊണ്ടുപോയിരുന്ന ഏജന്റുമാരെയാണ്. ഏജന്റുമാർക്ക് അവർ കൊണ്ടുവരുന്ന പണിക്കാരിൽ നിന്നുള്ള കമ്മീഷനും ഈ തോട്ടങ്ങളിൽ മേസ്തരി പണികളും വാഗ്ദാനം നൽകി മലബാറിലെ ധാരാളം പണിക്കാരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വർഷം മുഴുവനും തോട്ടത്തിൽ താമസിച്ച് പണിയെടുക്കണം. വർഷാവസാനത്തിൽ കുറച്ചു ദിവസം നാട്ടിൽ പോകാമെന്നതായിരുന്നു തൊഴിലാളികൾക്കുള്ള വ്യവസ്ഥകൾ. കങ്കാണിമാർ എന്നറിയപ്പെട്ടിരുന്ന ഈ മേസ്തരിമാർക്ക് അവർ കൊണ്ടുവന്നിരുന്ന പണിക്കാരുടെ ശമ്പളത്തിൽ നിന്ന് കമ്മീഷനും കിട്ടും. മാപ്പിള കലാപത്തോടെയാണ് ഇവിടേക്കുള്ള തോട്ടം പണിക്കാരുടെ കുടിയേറ്റം കൂടുതലും നടന്നത്. അന്നത്തെ അരക്ഷിതാവസ്ഥയിൽ മലബാറിൽ നിന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ധാരാളം തൊഴിലാളികൾ കുടിയേറി പാർത്തിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതോടെ ഈ കങ്കാണിമാരായി തോട്ടം നടത്തിപ്പുകാർ അവരുടെ കീഴിലായി വൻ അടിച്ചമർത്തലാണ് ഈ തോട്ടം പണിക്കാർ ഏറ്റുവാങ്ങിയത്. കങ്കാണിമാർ മുഖേനയായിരുന്നു പണിക്കാർക്കുള്ള വേതനം നൽകിയിരുന്നത്. മാസാവസാനത്തിൽ വേതനം ലഭിക്കുമ്പോൾ അവരുടെ കമ്മീഷനായി വൻ തുകയാണ് ഈ പണിക്കാരിൽ നിന്ന് ഈ കങ്കാണിമാർ വാങ്ങിയിരുന്നത്. 2010 ഈ പല തോട്ടങ്ങളുടെയും പാട്ടക്കരാർ അവസാനിച്ചിട്ടുണ്ട്. ചില തോട്ടങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുക്കുകയും തൊഴിലാളികൾക്ക് ആവശ്യമായ പല പദ്ധതികളും ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. എങ്കിലും അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ മെച്ചമൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. 350 രൂപ മുതൽ 400 രൂപ വരെയാണ് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ചായച്ചപ്പൂളിൽ ജോലി ചെയ്യുന്ന ഈ പണിക്കാരുടെ ശരാശരി കൂലി. 3 തലമുറകളോളം ഒരേ തോട്ടത്തിൽ പണിയെടുക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് ഇവിടെയുള്ള ചില ലയങ്ങളിലെ 10 വലിപ്പമുള്ള മുറികളിൽ ജനിച്ചു മരിച്ച പലരുടെയും വേദനകൾ കണ്ടത് ഇവിടെയുള്ള തേയിലനാമ്പുകൾ മാത്രം.